നാം ഭാഗ്യശാലികളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ക്രൂശിലെ സ്നേഹം മാത്രം കാണിച്ചു തരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം ഉയർത്തി കാണിച്ചു തരുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു രംഗം. വേറെ ഒന്നിലേക്കും നോക്കരുതെന്ന് പറയുന്നു. വേറെ ആരിലേക്കും നോക്കരുതെന്ന് പറയുന്നു. പുതുതായി ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നവർക്ക് അവരുടെ മുമ്പിൽ ലജ്ജിച്ച് നിൽക്കേണ്ട സാഹചര്യം വരുന്നു. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തിരുവചനം വായിക്കുന്നില്ല, നാം പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളോട് പറയുമ്പോൾ ആരും കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് ചിന്തിക്കുകയില്ലല്ലോ. നിരന്തരമായിട്ട് വചനം വായിച്ചെങ്കിൽ മാത്രമേ ജയകരമായ ആത്മീയ ജീവിതം സാധ്യമാകുകയുള്ളൂ. നാം ദൈവത്തോട് സംസാരിക്കുന്നു പ്രാർത്ഥനയിലൂടെ. കൂടെ പറയാറുണ്ടല്ലോ, ദൈവത്തോട് സംസാരിക്കുന്നു പ്രാർത്ഥനയിലൂടെ. നാം അങ്ങോട്ട് സംസാരിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കും? വചനവായനയിലൂടെ. ഇത് രണ്ടുമില്ലാതെ ജയജീവിതം സാധിക്കില്ല. ക്രിസ്ത്യ ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും വിജയകരമായി മുമ്പോട്ട് പോവുക അസാധ്യമാണ്. മറ്റ് പല രംഗങ്ങളിലും ചെന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രേസ് തരുന്ന പലരും ഉണ്ടാകും. ഞാനവരെ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ചിലതെല്ലാം കാണുമ്പോൾ ഉള്ള് വിങ്ങിപ്പൊട്ടി കരയണ പോലത്തെ അനുഭവം വരാറുണ്ട്. കാണാൻ വേണ്ടി നോക്കുന്നതല്ല. എങ്കിലും ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഭാഗ്യം, നാം ഭാഗ്യശാലികളാണ്. ജീവനുള്ള ക്രിസ്തുവിനെ മാത്രം കാണിച്ചു തരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം കാണിച്ചു തരുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും വരച്ച് കിട്ടിയാൽ നിങ്ങളെ ശുദ്ധം ചെയ്ത്, നിങ്ങളെ കൂടോത്രം ചെയ്ത് മയക്കിയതുപോലെ ആകുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്തിലേക്കെങ്കിലും നോട്ടം പോയാൽ, കൂട്ടായ്മയിലേക്ക് നോട്ടം പോയാൽ, ഏതെങ്കിലും ദൈവ മക്കളിലേക്ക് നോട്ടം പോയാൽ, ഏതെങ്കിലും ദൈവ പൈതങ്ങളിലേക്ക് നോട്ടം പോയാൽ പോയി ക്ഷുദ്രം ചെയ്ത് മയങ്ങിക്കഴിഞ്ഞു. വേറെ ഒന്നിലും നോക്കരുത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ എൻ്റെ കർത്താവേ, എത്ര മനോഹരമായി, എത്ര വ്യക്തമായൊരു കാഴ്ചപ്പാട് കർത്താവ് കൊടുത്തു. ഞാനോർത്ത് ഒന്നും നഷ്ടമല്ലല്ലോ എന്ന്. ജീവനുള്ള ദൈവത്തെ പിടിക്കാനിടയാകുക, മക്കൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിക്കാനിടയാകുക, എന്തൊരു വലിയ സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന രംഗമായി എന്നും നിലനിൽക്കണം. ക്രൂശിലെ തിരുരക്തത്തെ മാത്രം ഉയർത്തുന്ന രംഗമായി. കൂട്ടായ്മ ഉയർത്തുന്നവരല്ല, വീണ്ടും പറയട്ടെ, വേറെ ആരെയും കാണിച്ചു കൊടുക്കരുത്. ക്രൂശിലെ സ്നേഹം മാത്രം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം. ആ ക്രൂശിലൂടെ ഒഴുകുന്ന തിരുരക്തമാണ് നമ്മെ രക്ഷിച്ചത്. ആ തിരുരക്തമാണ് നമ്മുടെ പാപം മാറ്റിയത്. ആ തിരുരക്തമാണ് നമ്മുടെ ബന്ധനം അഴിച്ചത്. ആ തിരുരക്തത്തിന് കഴുകാൻ കഴിയാത്തതായ ഒരു പാപവും ചെയ്ത ഒരു വ്യക്തി ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കണം. ഊഹാഭോഗത്തിൽ ജീവിക്കരുത്. ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈ കൂട്ടായ്മയിൽ നിരന്തരം വന്നു എന്നുള്ളതുകൊണ്ട് ദൈവരാജ്യത്തിൽ എത്തുകയില്ല. എന്നാൽ ഈ കൂട്ടായ്മയിൽ നിരന്തരം വന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാം. വേറെ സ്ഥാപിത താല്പര്യമില്ലാതെ ക്രൂശിലെ സ്നേഹം മാത്രം കാണിച്ചു കൊടുക്കുന്ന ഏതാനും ചില ദൈവമക്കൾ ഭാഗ്യമാണ്. ഞാൻ ഓരോ ദിവസവും ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കറിയാം അർഹതയില്ലെന്ന്, യോഗ്യതയില്ലെന്ന്. ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയുകയല്ല. ഭാഗ്യവശാൽ 15-ാമത്തെ വയസ്സിൽ ജീവിതം ക്രിസ്തുവിന് കൈമാറാനിടയായി. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. പ്രശ്നങ്ങളില്ലെന്നല്ല, എന്നും പ്രശ്നങ്ങളാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, എന്നും പ്രതിസന്ധികളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലാണ് ക്രിസ്തീയ ജീവിതം. ഞെരുക്കമുള്ള വഴിയാണ് ക്രിസ്തീയ ജീവിതം. വിശാലമായ വഴിയുണ്ട്, വേണമെങ്കിൽ പോകാം. വീതിയുള്ള വഴി, വിശാലമായ വഴിയുണ്ട്, വീതിയുള്ള വാതിലുണ്ട്. ആരും നിർബന്ധിക്കുകയില്ല, കർത്താവോട് തടുക്കുകയുമില്ല. കർത്താവ് പറയും പോകരുതെന്ന്. നാമാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു കഴിയുമ്പോഴോ
നമുക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല. ഞാൻ തീരുമാനം എടുത്തെന്ന് പറയാൻ മാർഗമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിചാരപ്പെടരുത്, ചഞ്ചലപ്പെടരുത്. കർത്താവ് പറഞ്ഞു മാർത്തയോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? മനം കലങ്ങിപ്പോവും, ഏകാഗ്രത നഷ്ടപ്പെട്ടു പോവും, പാപം വരാനിട വരും. ഇന്ന് പലരും വിചാരപ്പെട്ട് ജീവിക്കുന്നവരാണ്. എനിക്ക് വേണ്ടി വിചാരങ്ങൾ, തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും വിചാരങ്ങളുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കാര്യം ഓർത്ത് ഒരു കാര്യം സംസാരിച്ചു വന്നപ്പോൾ ചില വിചാരങ്ങൾ എനിക്ക് മനസ്സിൽ വന്നു. വിചാരമുണ്ട്, എന്നാൽ വിചാരപ്പെടുന്നതിനാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ വിചാരപ്പെട്ടൊരു കാര്യമില്ല. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഉള്ള സമാധാനം പോകാവുന്നേ ഉള്ളൂ, മനം കലങ്ങി പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനം കലങ്ങരുത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഓരോന്നോരോന്നായി വായിക്കാം. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇത് മാർത്തയോട് കർത്താവ് പറഞ്ഞു, പലതിനെ ചൊല്ലി വിചാരപ്പെടുകയും മനം കലങ്ങുകയും വരുത്. കർത്താവിന് എല്ലാവരോടും അതേ പറയാനുള്ളൂ. ശിഷ്യന്മാരാണെന്നുള്ളതുകൊണ്ട് പ്രത്യേകതയില്ല. അവരോട് പറയാണ്, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് തിന്നും എന്തുടുക്കും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിചാരപ്പെട്ട് വന്നവരല്ലേ എല്ലാവരും തന്നെ? ഏതെല്ലാം കാര്യങ്ങളെക്കൊണ്ട് വിചാരമുണ്ട്? വിചാരപ്പെട്ട് മനം കലങ്ങിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീടില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട്, വാടക വീട്ടിൽ കഴിയുന്നത്, എങ്ങനെയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട്, ചെറുതാണെങ്കിലും വേണ്ടില്ല. ആരും അതെന്താ വാതിലടയ്ക്കുമ്പോൾ എന്നെ ഉറക്കെ അടച്ചേ? ഞാൻ വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്രായത്തിലായിരുന്നു. വാതിൽ കൊട്ടിയടിക്കും ഇവന്മാർ കളിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ. ഉടനെ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരും താമസിക്കുന്ന ഉടമസ്ഥൻ. അതെന്താ ശബ്ദം കേട്ടെ? പ്രിയപ്പെട്ടവരെ, ഒരു വീടില്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യത മനസ്സിലാവുകയുള്ളൂ, വാടക വീട്ടിൽ താമസിച്ചവർക്ക്. അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിചാരപ്പെടുന്നു. പിന്നെ ജോലി, ഭാവിയെ നോക്കിയാൽ, നിങ്ങൾ വിചാരപ്പെട്ടതെന്നാണ് കർത്താവ് പറയുന്നത്. ഭാവിയെ നോക്കിയാൽ എൻ്റെ ഭാവി എന്താകും? എൻ്റെ ഭാവി എന്തായിത്തീരും? ജോലിയുടെ കാര്യം, എനിക്കൊരു ജോലി കിട്ടുമോ? എൻ്റെ ഭാവി എന്തായിത്തീരും? മനുഷ്യന് ദൈവ വിചാരമേ ഇല്ല. എങ്ങനെയും ജീവിക്കുക, പരമാവധി സന്തോഷിക്കുക. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് മനുഷ്യൻ ദൈവബോധമില്ലാത്ത ഒരു കാലത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. സോതോം ഗോമോറ പോലെ. അന്ന് സോതോമിലും ഗോമോറയിലും അന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ലോത്തിന്റെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി സോതോമിനെയും ഗോമോറയും നശിപ്പിച്ചു. എന്തുകൊണ്ട്? ഏറ്റവും അഴുക്കായ ആണോടാണ് അവലക്ഷണമായി പെരുമാറുന്നു. ഏറ്റവും അഴുക്കായ ജീവിതത്തിലേക്ക് പോകുന്നു. ഇന്ന് വ്യത്യാസമുണ്ടോ? ഇന്നും ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു. അത് നിയമം മൂലം അമേരിക്കയിൽ പാസ്സാക്കിയിരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ മ്ലേച്ഛത കണ്ടിട്ട്, ഭൂമി ഇത്രമാത്രം മലിനമായി പോയത് കണ്ടിട്ട്, ജീവനുള്ള ദൈവം വേദനയോടെ, ഈ മനുഷ്യൻ സൃഷ്ടിച്ചതിലുള്ള നൊമ്പരത്തോടെ, സൃഷ്ടാവിനെ മറന്ന് ഏറ്റവും മ്ലേച്ഛമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോയത് കണ്ടിട്ട് ദൈവം കോപത്തോടെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി 2300 അടി കത്തി. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മനുഷ്യന്റെ പൊക്കം ഏറ്റവും കൂടി 6 അടി, 6-ൽ കൂടുതൽ കാണും. 2300. നിങ്ങൾ നോക്കൂ, 100 മനുഷ്യരെ ആണെങ്കിൽ 600 ആവുള്ളൂ. 2300 അടി കത്തി സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്തിറങ്ങി എല്ലാം
തകർത്ത് മുടിച്ചു കളഞ്ഞു. കത്തി. അങ്ങനെയാണ് ചാവുകടലുണ്ടായത്. തീയും ഗന്ധവും കത്തി കത്തി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, നാം ഇത് കേൾക്കുമ്പോൾ നിർജീവരായിട്ടിരിക്കരുത്. കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ഏറ്റവും അടുത്തിരിക്കുന്നു. ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് വന്നാൽ നാം പറന്നു പോകുമോ? നാം നല്ല ഉറപ്പുള്ളവരായിരിക്കണം, നല്ല പ്രത്യാശയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ വീട് വെക്കേണ്ടതാണോ പറഞ്ഞേ? ബിസിനസ് നടത്തേണ്ടതാണോ? ജോലി എടുക്കേണ്ടതാണോ? വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകേണ്ടതാണോ? എല്ലാം ചെയ്യാം. എല്ലാറ്റിലുപരിയായി ക്രിസ്തു ഹൃദയത്തിലുണ്ടായിരിക്കണം. ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം. നമുക്ക് എത്ര പേർക്കുണ്ട്? കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെയും എത്ര മ്ലേച്ഛകരമായ ജീവിതം, എവിടെ തിരിഞ്ഞു നോക്കിയാലും പുറമേ മനുഷ്യർ കണ്ടാൽ പോലും മടിയില്ലാത്ത വിധം അത്രമാത്രം അധപ്പതനത്തിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ അന്യരും പരദേശികളുമായി നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പോടെ നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നു. ജീവനുള്ള ദൈവം തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. ആർക്കെല്ലാം അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ആർക്കെല്ലാം ആ ഉറപ്പുണ്ട്? ആർക്കെല്ലാം ധൈര്യമുണ്ട്? ഞാനിന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുമെന്ന്? ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നും നിങ്ങൾക്ക് കർത്താവ് ഉറപ്പ് തരും. വ്യക്തമായ ഉറപ്പ് ജീവനുള്ള ദൈവം തരും. എങ്ങനെ കിട്ടും? ആർക്കും മനുഷ്യർക്കാർക്കും തരാൻ കഴിയുകയില്ല. എന്തു വേണം? കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, ജീവിതത്തിൽ പാപമുണ്ടോ? ജീവിതത്തിലെ തകർന്നു നുറുങ്ങിയതുമായി ഹൃദയമുണ്ടോ? കർത്താവേ, ഞാൻ പാപത്തിൽ ജനിച്ചവൻ, പാപം ചെയ്യാത്തപ്പോഴും നാം പാപിയാണെന്നുള്ള ചിന്ത. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവജനമേ, പല സാഹചര്യങ്ങളിലേക്കും പിശാച് വലിച്ചുകൊണ്ട് നിന്നെ പോയതല്ലേ? നീ അഴുക്ക് ജീവിതത്തിലേക്ക് പോകില്ലായിരുന്നോ? ചിന്തിച്ചു നോക്കി. മകനെ, മകളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം നിന്നതല്ല, അതുകൊണ്ട് തെറ്റിലേക്ക് പോകാമെന്നല്ല. 10 വയസ്സിൽ ഏറ്റവും വലിയ അരുതാത്ത പാപത്തിലേക്ക് പോകുമായിരുന്നു. മദ്യപാനത്തിലേക്ക് പോകുമായിരുന്നു. ഏതെല്ലാം സാഹചര്യങ്ങൾ നിങ്ങളും ചിന്തിച്ചു നോക്കൂ. എനിക്കറിയാം, സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അത്യത്ഭുത കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ നിന്നതല്ല, ആരും നിന്നതല്ല. ഒന്നും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ചെല്ലരുത്. കർത്താവേ, അവിടുത്തെ കരുണയാണ്, അവിടുത്തെ ഞങ്ങളോടുള്ള വാത്സല്യമാണ്, അവിടുത്തെ അത്ഭുത സ്നേഹമാണ്. ഏതെല്ലാം പാപം വന്നവർക്കും കർത്താവ് പാപം ക്ഷമിച്ചു തരും. തീർച്ചയായിട്ടും കർത്താവ് കഴുകിത്തരും. കർത്താവ് കഴിയുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഊർന്നു പോകേണ്ട സാഹചര്യങ്ങൾ എന്തെല്ലാം വന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനൊരു അഴുക്ക് ജീവിതത്തിലേക്ക് പോകാൻ ഇടയായില്ല എന്ന് നാം പറയുമ്പോഴും, അങ്ങനെ ജീവിതത്തിൽ തെറ്റുപറ്റിയൊരു ആകുലപ്പെടാനല്ല പറഞ്ഞത്. നീ നിന്നതല്ല. ജീവനുള്ള ദൈവം ഒഴുകി പോകേണ്ട സാഹചര്യത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരുണയാൽ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ നമ്മെ കാത്തത് കൊണ്ടല്ലേ. എത്ര അത്യാഹിതങ്ങൾ, ഏതെല്ലാം അപകടങ്ങൾ. കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നീ പോകേണ്ടതല്ലായിരുന്നോ? നീ ഒരു മെസ്സേജ് വിട്ടു. ഒരു പക്ഷേ മെസ്സേജ് വിട്ടു കാണുകയുള്ളൂ. അവിടെ ഒരു മിസ്ഡ് കോൾ കിട്ടി. നീ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു പുരുഷനായിട്ടോ അല്ലെങ്കിൽ സ്ത്രീയായിട്ടോ മിണ്ടാൻ തുടങ്ങി. മിണ്ടി തുടങ്ങിയപ്പോൾ ചിന്തയൊന്നും ഇല്ലായിരുന്നു. മിണ്ടി മൂർധന്യാവസ്ഥയിലേക്ക് വന്നു. എന്നാൽ കെടുതി വരാതെ ദൈവം നിന്നെ കാത്തതല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ എന്ത് പറഞ്ഞുകൊണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനുണ്ട്? കർത്താവേ, അവിടുത്തെ കരുണ, അവിടുത്തെ കൃപ, എന്നോടുള്ള അതിരറ്റ വാത്സല്യം, അത് ഓർക്കുമ്പോൾ നന്ദി ഹൃദയത്തിൽ ഊറി വരികയാണ്. അവിടുത്തെ അത്ഭുത സ്നേഹത്താൽ നമ്മെ വിളിച്ചു. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിൽക്കുന്നത്. ഒരിക്കലും തല ഉയർത്തി നിൽക്കുമെന്ന് ചിന്തിച്ച മനുഷ്യനാണോ ഞാൻ? ആകമാനം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തല കുമ്പിട്ട് പോയ മനുഷ്യനല്ലേ പ്രിയപ്പെട്ട ദൈവജനമേ. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയായി. എൻ്റെ അമ്മയൊരാൾ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനിടയായി, ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി. ഒരു നോട്ടീസ് കിട്ടി എൻ്റെ അമ്മയ്ക്ക്. നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യണം. ഞാനിവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്നറിയുകയില്ല, അക്കരെ നാട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരു ആത്മാവിനെ നേടുന്നതിൻ്റെ വില. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, ബാക്കി പറയൂ, തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അത്യത്ഭുതമായ സ്നേഹം, ഒരാത്മാവിനെ നേടിയെടുക്കുന്നതിൻ്റെ വില.
കേവലം ഒരു നോട്ടീസ് കിട്ടിയതുകൊണ്ട് മാത്രം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എൻ്റെ അമ്മ കടന്നുപോയി. അല്ലെങ്കിലോ നല്ലപോലെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എവിടെ ചെന്നാലും ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കാൻ അല്പം പോലും മടിയില്ലാത്തത്. ആരുടെ മുമ്പിലും വിളിച്ചു പറയാൻ യാതൊരു മടിയില്ല. കാരണം എന്നെ ഞാനാക്കിയത് ജീവനുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിലോ ഞാൻ യേശുവിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിലോ ഒരു ഭ്രാന്തനായി എവിടെയെങ്കിലും അലഞ്ഞു തിരിയേണ്ടി വരുമായിരുന്നു. എന്നെ എവിടെയെങ്കിലും ഒരു നായെ പൂട്ടിയിടും പോലെ, എൻ്റെ പ്രിയപ്പെട്ട ഏലിയാച്ചൻ ചാച്ചനെ ചങ്ങലക്കിട്ട് പൂട്ടിയിരുന്നതുപോലെ എന്നെയും പൂട്ടിയിടപ്പെടേണ്ടവനായിരുന്നു. ഞങ്ങളുടെ പാരമ്പര്യം അതായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, ജീവനുള്ള ദൈവം എന്നെയും തിരഞ്ഞെടുത്തു. എന്നോടും മനസ്സലിവ് തോന്നി. ഇന്ന് ഞാൻ സമാധാനത്തോടെ നിൽക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഇന്ന് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാം ഓർത്തു നോക്കുമ്പോൾ പുറകോട്ട് നോക്കി ഇരുന്ന് കരയാൻ മാത്രമേ വകയുള്ളൂ. അതിലും വലിയ ഗതിയിലേക്ക് വന്നു. ചിലരെല്ലാം പറഞ്ഞു ഞാൻ ഭ്രാന്തനാകുമെന്ന്. എന്ന് 2020 ഞാനതൊന്നും വിശദമാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ എല്ലാവരോടും തികഞ്ഞ സ്നേഹം, ആരാധിക്കാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, തീയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. നന്ദിയുള്ള ഹൃദയം, ജീവനുള്ള ക്രിസ്തുവിനായി ജീവിതം വിട്ടുകൊടുത്തത് എന്തൊരു ഭാഗ്യമായി. അല്ല, വിട്ടുകൊടുത്തതെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അന്ന് ക്രിസ്തു എൻ്റെ പിന്നാലെ തേടി തേടി വന്നു. ഞാൻ താഴേക്ക് നോക്കി സമാധാനമില്ലാതെ നിരാശപ്പെട്ടവനായി എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ച് നടന്ന കാലത്ത് ക്രൂശിലെ സ്നേഹം എന്നെ തേടി തേടി വന്നു. അന്ന് 10 പൈസയ്ക്ക് മാർഗമില്ല. ബസ് കൂലിക്ക് 10 പൈസ മതി. എല്ലാവരും അന്ന് അങ്ങ് ബസ്സേ പോവും. ഞാനൊരാൾ മാത്രം താഴേക്ക് നോക്കി, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ, 10 പൈസ എനിക്ക് തരാനില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് നടന്ന കാലങ്ങൾ. അന്ന് എൻ്റെ കണ്ണുനീരാരും കാണരുതെന്നോർത്ത് ഞാൻ കണ്ണ് പൊത്തിപ്പിടിച്ച് നടന്നു വന്ന സ്ഥലം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വഴിക്കുള്ള ഓരോ ഘട്ടം പോലും എൻ്റെ മനസ്സിൽ ഒന്ന് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കരഞ്ഞ് തളർന്നവനായിരുന്നു. ഒരിക്കലും എൻ്റെ കണ്ണുനീര് മാറുമെന്ന് ചിന്തിച്ചവനല്ല. എല്ലാം ദൈവം അത്ഭുതകരമായി നടത്തി. നീ ഏതെങ്കിലും പാപം ചെയ്തില്ലെങ്കിൽ, നീ ഏതെങ്കിലും കെടുതിയിലേക്ക് പോയില്ലെങ്കിൽ, നീ ഏതെങ്കിലും അത്യാഹിതത്തിൽ പെട്ടില്ലെങ്കിൽ, നീ ഏതെങ്കിലും അഴുക്ക് ജീവിതത്തിലേക്ക് നീ പോയില്ലെങ്കിൽ, നീ ഒരു കളവ് നടത്തിയില്ലെങ്കിൽ, മകനെ, അത് നിൻ്റെ മേന്മയല്ല, ദൈവത്തിന് നിന്നോടുള്ള കരുണയാണെന്ന് അറിഞ്ഞുകൊള്ളൂ. ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം പൊതിഞ്ഞു നിർത്തിയതുകൊണ്ട് അപകടങ്ങളിലേക്ക് പോയില്ല. അതുകൊണ്ട് ദൈവസേനയിൽ വരുമ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത്, ഒരവകാശവാദവും പറഞ്ഞുകൊണ്ട് വരരുത്. കർത്താവെ, ഞാൻ സമർപ്പണം എടുക്കാൻ ഇടയായല്ലോ, അത് എടുത്തല്ലേ എന്ന് പറയരുത്. കർത്താവെ, അവിടുന്ന് കൃപയാൽ എനിക്ക് സമർപ്പണം തന്നല്ലോ എന്നേ പറയാവുള്ളൂ. കൃപയാൽ എല്ലാം ദൈവം നമുക്ക് തന്നു. ഒന്നിനും കുറവില്ലാതെ ജീവനുള്ള ദൈവം നമ്മെ നടത്തുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു. നാം കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടോ? ആ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ക്രൂശിലൂടെ ഒഴുകുന്ന ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് നാം അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ തിരുരക്തമാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നുള്ള ആ ഒരു ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വ്യക്തമായി എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? എൻ്റെ പാവങ്ങളെല്ലാം കർത്താവ് കഴുകിക്കളഞ്ഞെന്നുള്ള ഉറപ്പുണ്ടോ? ഒരു നിമിഷം പോലും ആ ഉറപ്പില്ലാതെ ജീവിക്കരുത്. ഇന്ന് നിങ്ങൾ വ്യക്തമായി തീരുമാനമെടുക്കണം. കർത്താവേ, ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, എനിക്ക് ഉണ്ണാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് പറയുക. നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡെൻകെയർ നടത്തുന്നത് ചിന്തിക്കരുത്. എനിക്ക് ഒരു ആകുലവുമില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് 11 കോടി രൂപ വേണം ശമ്പളം കൊടുക്കാൻ ഏകദേശം. അല്ല, എല്ലാം ദൈവം തന്നു, ഒന്നിനും കുറവില്ലാതെ നടത്തി. എന്നാൽ ഇത് വട്ടപ്പൂജ്യമെന്ന് കാണുവാൻ കർത്താവിൻ്റെ കണ്ണു തുറന്നു തന്നു. വെറും മായയാണെന്ന് കാണുവാൻ ഞാൻ ഒരിക്കലും എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൃപയാൽ എൻ്റെ ജീവിതത്തിൽ വരാതെ കർത്താവ് എന്നെ കാത്തു. കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. മേടിച്ചുകൊണ്ട് പോയവർ പലരും തിരിഞ്ഞു നോക്കാത്ത കാലങ്ങളായ സമയങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നും പതറാതെ നിൽക്കുവാൻ, ഇത് മണ്ണേ പ്രതി മാണിക്യം വെടിയില്ല എന്ന് തീരുമാനിക്കുവാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം തന്നു. ഇന്നും എല്ലാം ശരിയായി എന്നല്ല പറയുന്നത്. ഇന്നും പ്രശ്നങ്ങളുണ്ട്, ആകുലപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൽ ആശ്രയിച്ചാൽ ആ മുഴുവനും കർത്താവിൻ്റെ ആ തിരുരക്തം പുരണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൈമാറുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ തുറന്നുള്ള ഭാവിയും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ഭാര്യയെയും
നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം മുഴുവനായും ക്രിസ്തുവിന് വിട്ടുകൊടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഏത് സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ദൈവരാജ്യത്തിലെത്തുവാൻ ഇടവരും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, എന്താണ്? എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്ന്, നിങ്ങൾ ചഞ്ചലപ്പെടരുതെന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു, നമ്മെ ഓരോരുത്തരെയും കരുതുന്ന ദൈവം, ജീവനുള്ള ദൈവം. പലർക്കും നിങ്ങളോട് ഇഷ്ടമില്ല, പലർക്കും നിങ്ങളുടെ പ്രകൃതം ഇഷ്ടമല്ല, പലർക്കും എൻ്റെ പ്രകൃതം ഇഷ്ടമല്ല. എന്നാൽ എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, അത്യുന്നത പരിശുദ്ധ തേജോമയനായ ദൈവം, ആ ദൈവത്തിന് നിന്നെ പ്രിയമാണ് മകനേ, ആ ദൈവത്തിന് നിന്നെ പ്രിയമാണ് മകളെ, പ്രിയമകളെ എന്നാണ് കർത്താവ് നിന്നെ വിളിക്കുന്നത്, പ്രിയമകനെ എന്നാണ് കർത്താവ് നിന്നെ വിളിക്കുന്നത്. എനിക്ക് നിന്നോട് പ്രിയമാണെന്നാണ് കർത്താവ് പറയുന്നത്. എനിക്ക് നിന്നോട് പ്രിയമാണെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ജീവനുള്ള ദൈവം ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ ജീവിതം ഏറ്റെടുക്കാനായി കർത്താവ് ആവലോടെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെല്ലാം ജീവിതം ക്രിസ്തുവിന് കൊടുക്കുന്നുണ്ട്? ആരെല്ലാം കർത്താവ് പാപത്തോട് യാത്ര പറയുന്നുണ്ട്? പിശാചിനോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്? എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, ആ ക്രൂശിലെ സ്നേഹം മതി കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ലോകം മായെന്ന് ഞാൻ കാണുന്നു കർത്താവേ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമെന്ന് ഞാൻ കാണുന്നു കർത്താവേ, എല്ലാം തീരാറായി എന്ന് ഞാൻ കാണുന്നു. എല്ലാം തീരാൻ പോവുകയാണ്, അധികം കാലമില്ല, യേശു വരാറായി, കാഹള ശബ്ദം കേൾക്കാറായി കർത്താവേ. ഞങ്ങൾ ആരും കാഹള ശബ്ദം കേൾക്കാതെ ഇരിക്കരുത്. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കാതിരിക്കരുത് കർത്താവേ. ഞങ്ങൾ ആരും തള്ളപ്പെട്ടു പോകരുത്. ഇപ്പോൾ ഞങ്ങളെ കഴുകണമേ, ഇപ്പോൾ ഞങ്ങളെ വെടിപ്പാക്കണമേ. വന്നിരിക്കുന്ന ആരെയും കർത്താവ് അവിടുന്ന് വിടല്ലേ അപ്പാ. അവിടുന്ന് മലാഖമാര് വന്നിരിക്കുന്നു, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. യേശു നമ്മളെ കഴുകാൻ ആവലോടെ വന്നിരിക്കുന്ന തിരുരക്തം ഇപ്പോൾ ഒഴുകുകയാണ് എൻ്റെ നാഥ. അവിടുന്ന് എന്നും ഞങ്ങളുടെ വന്നിൽ വരാൻ ഞങ്ങൾ ആര് കർത്താവേ? ഇന്ന് ഇങ്ങനെ ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ? ഇങ്ങനെ ഞങ്ങളെ കരുതുവാൻ ഞങ്ങൾ എന്തുള്ളൂ? ഉറപ്പും ധൈര്യവും തരാൻ ആരാണ് കർത്താവേ? അവിടുന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളപ്പാ? ബ്ലോക്ക് മാറ്റാൻ ഞങ്ങൾ ആരാണ് കർത്താവേ? അവിടുന്ന് ഞങ്ങളോട് എന്തുകൊണ്ട് കരുണ തോന്നി കർത്താവേ? അവിടുത്തെ കരുണ കരുണ കരുണ, അവിടുത്തെ കൃപ 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 കർത്താവേ. ഞങ്ങളുടെ ചാഞ്ചല്യം മാറ്റണമേ, ഞങ്ങളുടെ കർത്താവേ പലതിനെക്കുറിച്ചുള്ള വിചാരം മാറ്റണമേ കർത്താവേ. സമാധാനം ഇപ്പോൾ പകരണമേ. അവിടുന്ന് എല്ലാവരുടെ ഉള്ളിലേക്ക് സമാധാനത്തിന് പ്രഭുവായി യേശുവേ അവിടുന്ന് കടന്നു ചെല്ലണമേ കർത്താവേ. വാതിൽ തുറക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. മുട്ടിക്കൊണ്ട് നിൽക്കുന്ന കരത്തെ കാണുവാൻ ഭാഗ്യം നൽകണമേ കർത്താവേ. ആ തിരുരക്തം പുരണ്ട കരം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം അറിയുന്നുണ്ട് കർത്താവേ? ആ മുട്ടിക്കൊണ്ടിരിക്കുന്ന കരം ഒന്ന് കാണുവാൻ, ആ മുറിഞ്ഞ കരം കാണുവാൻ, ആ തിരുരക്തം കാണുവാൻ കർത്താവേ. മുട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചങ്കിൽ കർത്താവേ അവിടുന്ന് മുറിവുണ്ടാക്കണമേ. അവിടുന്ന് ഉള്ളിലേക്ക് കടന്നു വരണമേ. തിരുരക്തം എല്ലാവരുടെ മേൽ പുരട്ടണമേ. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്, നിങ്ങൾ പാപത്തോട് യാത്ര പറയൂ പ്രിയപ്പെട്ട ദൈവജനമേ. നാളെ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ തീരുമാനിക്കൂ, പാപം എനിക്ക് വേണ്ട. പിശാചേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു, സാത്താനെ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. എനിക്ക് യേശു മതി. ഈ ലോകത്തിന്റെ ഇമ്പം വേണ്ട, ഈ ലോകത്തിന്റെ മോഹം വേണ്ട, ഈ ലോകത്തിന്റെ അഴുക്ക് വേണ്ട. ഇനി എനിക്ക് പാപം വേണ്ട. ഞാൻ അശുദ്ധിയോട് യാത്ര പറയുന്നു, ഞാൻ കോപത്തോട് യാത്ര പറയുന്നു, ഞാൻ മദ്യപാനത്തോട് യാത്ര പറയുന്നു, ഞാൻ ദ്രവ്യാഗ്രഹത്തോട് യാത്ര പറയുന്നു. എനിക്ക് യേശു മതി. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ കർത്താവേ, എൻ്റെ നാഥ, ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നല്ലോ. നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നവര് കർത്താവേ, എൻ്റെ യേശുവേ, എന്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ പാപം കൂടാതെ ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധരായി വിശുദ്ധിമതിയായി ഞാൻ ജീവിക്കും കർത്താവേ. ആരെല്ലാം അങ്ങനെ തീരുമാനം നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ അങ്ങനെ വ്യക്തമായി തീരുമാനമുള്ളവര്, ഇനി എനിക്ക് പാപം വേണ്ട, സാത്താനോട് എന്നേക്കുമായി യാത്ര പറയുന്നു കർത്താവേ. അവിടുത്തെ തിരുരക്തത്തിന്റെ മേൽ തൊടുവിക്കണമേ, ആണിപ്പാടുകളുടെ മേൽ തൊടണമേ കർത്താവേ. അവിടുത്തെ അത്ഭുതകരന്റെ മേൽ ചാടിപ്പിടിക്കണമേ. അങ്ങനെ കൊതി എന്താകുള്ളവർ മാത്രം അവരുടെ കരങ്ങളെ ഉയർത്തു പ്രിയപ്പെട്ട ദൈവജനമേ. യേശു കരത്തിൽ ചാടിപ്പിടിക്കുകയാണ്, അത്ഭുതം നടക്കുകയാണ് കർത്താവ്, അത്ഭുതം പ്രവർത്തിക്കുകയാണ്, അത്ഭുത രോഗം ശാന്തി കർത്താവ് തരികയാണ്, കർത്താവ് കഴുകുകയാണ്. കർത്താവിന്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വെക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ അത്ഭുതകരം വെക്കട്ടെ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ, അവിടുന്ന് എല്ലാം നിവർത്തിക്കട്ടെ കർത്താവേ. തിരുരക്തം പുരണ്ട കരം
ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നതിനായി സ്തുതി. വിശ്വസിക്കുന്നവരുടെ പേര് അവിടുന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിനായി സ്തുതി. എല്ലാം ദാനമാകിയാൽ സ്തോത്രം, എല്ലാം അവിടുത്തെ കരുണയാകിയാൽ സ്തോത്രം. കാര്യങ്ങളെ താഴ്ത്തിയിടൂ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അവിടുന്ന് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്നല്ലോ, അവിടുന്ന് ഞങ്ങൾ സന്ദർശിക്കുന്നല്ലോ. വെയിലാറുമ്പോൾ ആദാമിന്റെയും ഹവ്വയുടെ അരികിലേക്ക് വന്നിരുന്ന ആ നിത്യപരിശുദ്ധ തേജോമയനായ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നല്ലോ. അവിടുത്തെ കരുണയാകിയാൽ സ്തുതി. ഞങ്ങൾ അവിടുത്തെ അടിമകൾ കർത്താവേ. എല്ലാവരും ക്രൂശിലെ സ്നേഹം കാണാൻ മാത്രം എല്ലാവർക്കും ഭാഗ്യം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.